ഹായ്, ഞാൻ ശ്രീത്ത് മലബാർ ടെക്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു 800 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ടക്ക് 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 സൗണ്ട് വരുന്നുണ്ടെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടി നോക്കി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ലോറാമലം പോയ പോലത്തെ ഒരു ബുഷ് പോയ പോലെ ബോൾട്ട് പൊട്ടിയ പോലെ ഒരു സൗണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് വന്ന് നമ്മൾ വണ്ടി ഓടി നോക്കി അതേ സൗണ്ട് ഉണ്ട്. ഏകദേശം നമ്മളെന്താക്കി വണ്ടി ഫോണത്ത് തുറന്ന് നോക്കി എഞ്ചിൻ മേലൊന്ന് ഇളക്കി നോക്കി. അപ്പോൾ നന്നായിട്ട് എഞ്ചിൻ അടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാച്ച ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുള്ള മൗണ്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 മൗണ്ടിങ്ങാണ് വരുന്നത്. എഞ്ചിൻ്റെ പുറകു ഭാഗത്തും മുൻഭാഗത്തും മൗണ്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഗിയർ ബോക്സിൻ്റെ സൈഡ് ഭാഗത്തും മൗണ്ടിങ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ മൗണ്ടിങ് കംപ്ലൈൻറ്റ് ആയി നമുക്ക് റണ്ണിങ് നല്ല വൈബ്രേഷൻ അനുഭവപ്പെടും. അപ്പോൾ ഇത് വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല, ഇതുപോലെ സൗണ്ട് മാത്രം കസ്റ്റമർ കംപ്ലൈൻറ്റ് ആണത്. ഇതുപോലെ തന്നെ ഈ മൗണ്ടിങ് കംപ്ലൈൻറ്റ് തന്നെ ആക്സിൽ ഊരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ നല്ലോണം ഇളകി കിടക്കുന്ന സമയത്ത് ആക്സിൽ ഊരിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഇളക്കി നോക്കിയാൽ എഞ്ചിൻ നന്നായിട്ട് ഇളകുന്ന കാണാം. പക്ഷേ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മൗണ്ടിങ് അവിടെ വന്ന് സൗണ്ടും ഉണ്ടാവും. ഉദ്ദേശിച്ച് നിങ്ങൾ നോക്കി. അപ്പോൾ നമുക്ക് മൗണ്ടിങ് അയച്ചെടുക്കാം. മൗണ്ടിങ്ങിന് സൈഡ് ഭാഗത്ത് 3 14 ബോൾട്ടും അടിഭാഗത്ത് 2 നട്ടും കാണും. അപ്പോൾ 2 നട്ടും 3 ബോൾട്ടും നമുക്ക് അയച്ചെടുക്കാം. നമുക്ക് മൗണ്ടിങ് പുറത്തേക്ക് എടുക്കാം. ഇല്ല, ആ വണ്ടിയിലുണ്ട് എത്ര അപ്പോൾ നമ്മൾ ബോൾട്ടെല്ലാം അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മൈനസോ ഒരു ലിവർ കൊണ്ട് ജസ്റ്റ് ഗിയർ ബോക്സ് താഴോട്ട് താഴ്ത്തിയിട്ട് ആ മൗണ്ടിങ് നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കൈ ജാമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കുറേ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൗണ്ടിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൗണ്ടിങ് എടുക്കാം. മാസ്റ്റർ സിലിണ്ടർ, എയർ ഫിൽറ്റർ ഉണ്ട്. അങ്ങനെ കുറേ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൗണ്ടിങ് ഉണ്ട്. ഇതിൻ്റെ അടിഭാഗത്തുള്ളത് എടുക്കാം. മൗണ്ടിങ് MGP ആണ് നമ്മൾ വാങ്ങിയത്. മൗണ്ടിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 590 രൂപയാണ് മൗണ്ടിങ്ങിൻ്റെ റേറ്റ്. അപ്പോൾ ലോക്കൽ പാർട്സ് വാങ്ങുന്ന ചിലപ്പോൾ ഇതിൽ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് മൗണ്ടിങ് കാണിച്ചു തരാം. നമുക്ക് പഴയ മൗണ്ടിങ്ങും പുതിയ മൗണ്ടിങ്ങും നമ്മൾ വ്യത്യാസം എന്താ നോക്കാം. എത്രത്തോളം കംപ്ലൈൻറ്റ് ആയി എന്ന് നമുക്കിതിൽ നോക്കിയാൽ വേണ്ടി മനസ്സിലാക്കാൻ പറ്റും. ഇത് 2 പീസായി മൗണ്ടിങ്. ഈ റബ്ബറും ഈ മെറ്റലിന്, ആ 2 മെറ്റലിന് ഒരു റബ്ബറായിട്ടാണ് ജോയിൻ്റ് ഉള്ളത്. രണ്ടും വേർപെട്ട് പോയി. അപ്പോൾ നമുക്ക് പുതിയ മൗണ്ടിങ് നമുക്ക് ഫിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ മൗണ്ടിങ് മാറ്റി നമ്മളെ വണ്ടി ട്രയൽ ഓട്ടി നോക്കി. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ടക് ടക് സൗണ്ട് ഇപ്പം ഇല്ല, അപ്പോൾ നിലവിലില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇപ്പം മൗണ്ടിങ് എഞ്ചിൻ്റെ ഫ്രണ്ട് മൗണ്ടിങ് ബാക്ക് മൗണ്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഗിയറിട്ടിന് നമ്മളെ ക്ലച്ച് നല്ല മൂന്ന് അറിയാം. അപ്പോൾ തന്നെ എഞ്ചിനൊരിങ്ങനെ എണീച്ചിങ്ങനെ നിൽക്കുന്നവർക്ക് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ജസ്റ്റ് ഇളക്കി നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരാഴ്ച ഇത് നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും.